കേരളത്തിൽ ഒരു വിഭാഗം ആളുകൾ ആശ്വാസത്തുരുത്തിലാണ്. അവർ പറയുന്നു ഇറാന്റെ ശക്തിക്ക് മുമ്പിൽ വിറച്ചു നിൽക്കുകയാണത്രേ ഇസ്രായേൽ. ഇത് മാത്രമല്ല, മീഡിയ വൺ അടക്കമുള്ള മാധ്യമങ്ങൾ ബെഞ്ചമിൻ നെതന്യാഹു നാട് വിട്ടെന്നാണ്. വാസ്തവത്തിൽ ഈ വാർത്തയൊക്കെ ആഘോഷത്തോടുകൂടി ഇവിടെ ഒരു കൂട്ടം ആളുകൾ ആനന്ദിക്കുന്നു. അൽ ജസീറയിൽ പോലും ഇത്തരം വാർത്തകളില്ല. ഇതൊക്കെ മീഡിയ വണിലും മാധ്യമത്തിലും മാത്രം വരുന്നതാണ്. ഇത് തന്നെയായിരുന്നു പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ ഈ അടുത്ത കാലത്ത് സംഘർഷമുണ്ടായപ്പോൾ ഒരു കൂട്ടം ആളുകൾ ആയുധമായി പ്രചരിപ്പിച്ചത്. ഇത് വിശ്വസിക്കുകയും പ്രചരിപ്പിക്കുകയും ചെയ്തവർ ഇവിടെയും ഏറെയുണ്ട്. ഇത്തരത്തിലുള്ള വ്യാജ പ്രചരണമാണ് ഇറാന് വേണ്ടി അവർ ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഇറാൻ അടിസ്ഥാനപരമായി സുന്നി മുസ്ലിം സമൂഹത്തിന്റെ നാശം ആഗ്രഹിക്കുന്ന രാജ്യമാണെന്നും അവരാണ് യഥാർത്ഥത്തിൽ സുന്നി വിശ്വാസികളുടെ അന്തകരെന്നും പോലും മനസ്സിലാക്കാതെ അന്ധമായ ജൂതവിരോധത്താൽ, ഇസ്രായേൽ വിരോധത്താൽ ഇവരൊക്കെ കൈയടിക്കുകയാണ്, ബഹളം വയ്ക്കുകയാണ്. ഇവരൊക്കെ പറയുന്നത് കേട്ട് നമുക്ക് തോന്നും ഇസ്രായേൽ ഇതിനോടകം ഇല്ലാതായെന്ന്. 14 പേർ കൊല്ലപ്പെട്ടു എന്നത് വാസ്തവമാണ്. ഏതാണ്ട് 100ഓളം പേർക്ക് പരിക്കേറ്റു എന്നതും വാസ്തവമാണ്. ഒരു യുദ്ധമാകുമ്പോൾ സ്വാഭാവികമായും അങ്ങോട്ടും ഇങ്ങോട്ടും ഒക്കെ നാശനഷ്ടമുണ്ടാവും. പഹൽഗാം ആക്രമണത്തെ തുടർന്ന് പാകിസ്ഥാനും ഇന്ത്യയും തമ്മിൽ സംഘർഷം നടന്നപ്പോൾ പാകിസ്ഥാന് നട്ടൽ ഇന്ത്യ ഒടിച്ചെങ്കിലും പാകിസ്ഥാന്റെ ചില മിസൈലുകൾ ഇന്ത്യയിൽ വീഴുകയും ചില നാശനഷ്ടങ്ങൾ ഉണ്ടാവുകയും ചെയ്തു എന്നത് വാസ്തവമാണ്. മാത്രമല്ല, ഒരു ഇന്ത്യൻ യുദ്ധവിമാനം നഷ്ടപ്പെട്ടു എന്ന് ഇന്ത്യൻ സൈന്യം പോലും സ്ഥിരീകരിച്ചിട്ടുണ്ട്. ഇതൊക്കെ സ്വാഭാവികമാണ്. യുദ്ധമുണ്ടാകുമ്പോൾ അങ്ങോട്ടും ഇങ്ങോട്ടും നാശമുണ്ട്. പക്ഷേ ആത്യന്തികമായി ആർക്ക് നഷ്ടപ്പെടുന്നു എന്നതാണ് പ്രധാനപ്പെട്ടത്. ഇവിടെ ഇറാന് നടു ഉയർത്താൻ കഴിയുന്നില്ല. അവരുടെ സൈനിക തലവന്മാരും ആണവശാസ്ത്രജ്ഞന്മാരും വരെ കൊല്ലപ്പെട്ടിരിക്കുന്നു. ഇസ്രായേലിന്റെ സേന ഇപ്പോഴും ഇറാന്റെ പലയിടങ്ങളിലും ഉണ്ട് എന്നാണ് ഇറാൻ ഭയപ്പെടുന്നത്. എവിടെയാണെന്ന് അറിയില്ല. ഇതിനോടകം അവർ കണ്ടെത്തി ഇറാന്റെ ഉള്ളിൽ തന്നെ ഇസ്രായേലിന്റെ ഡ്രോൺ കേന്ദ്രങ്ങൾ. അത്തരം പ്രതിസന്ധിയിൽ അവർക്ക് ആകെ ചെയ്യാൻ കഴിയുന്നത് തലങ്ങനും വിലങ്ങനെയും കയ്യിലിരിക്കുന്ന മിസൈലുകളും ഡ്രോണുകളും അയക്കുക മാത്രമാണ്. അവയിൽ മഹാഭൂരിപക്ഷവും ഇസ്രായേൽ സേന പ്രതിരോധിക്കുന്നു. പക്ഷെ ചിലതൊക്കെ വീഴും, ചില മരണമുണ്ടാവാം. അതിന്റെ പേരിൽ ചിലർ ആഹ്ലാദിക്കുകയാണ്. നെതന്യാഹു നാട് വിട്ടുപോയി എന്നൊക്കെ പറഞ്ഞ് ഇവർ കൈയടിക്കും. ഇത്തരം കഥകൾ പ്രചരിപ്പിക്കുമ്പോൾ ഞൊടിയിടയിൽ ഇത് അവസാനിച്ചു പോകുമെന്ന് എല്ലാവർക്കും അറിയാം. നെതന്യാഹു ആവട്ടെ ഇവർ പറയുന്നതിനൊക്കെ പുച്ഛിച്ചു തള്ളിക്കൊണ്ട് അതിന് മറുപടി പോലും പറയാൻ കഴിയാതെ ഇസ്രായേൽ ജനതയ്ക്കിടയിലൂടെ കറങ്ങി നടക്കുകയാണ്.